നമസ്കാരം. നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ നിലമ്പൂരിൽ നിന്നാണ്. പുതുവാദ്യാർമഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. പ്രിയമുള്ളവരെ, കേരളത്തിലെ മുഴുവൻ ക്ഷേത്രവിശ്വാസികളോടും കൂടി ഒരു അപേക്ഷയാണ്. ഇതൊരു രാജകൊട്ടാരത്തിലെ രാജവിളംബരമായിട്ടോ കൽപ്പനയായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് അപേക്ഷയുടെ രൂപത്തിൽ എടുക്കണമെന്ന് മാത്രം. പ്രിയമുള്ളവരെ, ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ഓരോ ഭക്തജനങ്ങളും ഇനി മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ദയവ് ചെയ്ത് ഇനി നമ്മൾ ഷർട്ട് ഊരേണ്ടതില്ല. പാൻറ് ധരിച്ച് തന്നെ കയറാം. ലുങ്കി ഉടുക്കരുത്. ലുങ്കി മാത്രം. കള്ളിമുണ്ട് പുള്ളിമുണ്ടൊന്നും ക്ഷേത്രത്തിൽ അത് പാടില്ല. എന്നാൽ ഷർട്ട് ധരിക്കാം. അതുപോലെ തന്നെ ചുരിദാർ ധരിക്കാം. എല്ലാ ക്ഷേത്രത്തിലും ഈ നിയമം പ്രാബല്യത്തിൽ വരണം ഇന്നു മുതൽ. അതിന് ഇടങ്കോലിടുന്ന ആരായാലും ശരി, ക്ഷേത്ര ഭാരവാഹികളാവട്ടെ, ദേവസ്വം ബോർഡാവട്ടെ, തന്ത്രിമാരാവട്ടെ, ക്ഷേത്ര പൂജാരിമാരാവട്ടെ, അവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. കാരണം പണ്ടത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് ഇന്നും ഹിന്ദുക്കളുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതും സത്യമാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞതും അതുപോലെ തന്നെ ശ്രീനാരായണീയരാവട്ടെ, NSS ആവട്ടെ, എല്ലാ ആളുകളും, രാഷ്ട്രീയ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി ആവട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ, അല്ലെങ്കിൽ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി എടുക്കേണ്ട ഒരു തീരുമാനമാണിത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രവിശ്വാസികൾ ക്ഷേത്രത്തിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കും. കാരണം രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒന്ന് ക്ഷേത്രത്തിൽ പോയെന്ന് ഭഗവാനെ കാണാമെന്ന് കരുതിയാൽ അതിന് സാധിക്കുന്നില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ ആരും പോവാത്ത അവസ്ഥയിലാണ് ഇന്ന് ഹിന്ദുക്കൾ. അങ്ങനെ നമ്മുടെ സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം മൺമറഞ്ഞു പോവാൻ ഇടയില്ലേ. അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനമാവുക. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ നമ്മൾ പോവുക. അവിടെ ഏത് ഭാരവാഹികളാണെങ്കിലും നിലമ്പൂർ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൻ്റെ കൽപ്പനയാണെന്നോ അല്ലെങ്കിൽ അപേക്ഷയാണെന്നോ അവരെ അറിയിക്കുക. കാരണം ഇനി മുതൽ ഒരു ക്ഷേത്രത്തിലും ഇങ്ങനൊരു ദുരാചാരം പാടില്ല. കാരണം മറ്റുള്ള ആളുകളുടെ വിയർപ്പും അതുപോലെ തന്നെ അവരുടെ ചൊറിയും ചുണങ്ങും എല്ലാം നമ്മുടെ മേലെ പറ്റാതിരിക്കാനും കൂടി ഒരു കാരണമാണിത്. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു ആചാരങ്ങൾ കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനത്തിലും ഇത് പ്രാബല്യത്തിൽ വരണമെന്നാണ് ഈ ഉള്ളവൻ്റെ വിനീതമായ അപേക്ഷ. എല്ലാവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ വിനീതമായ പാദനമസ്കാരം. എല്ലാവർക്കും പാദനമസ്കാരം. നമസ്തേ.